ഒന്നാമത് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ഒരു പ്രദേശമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ സംസ്ഥാനത്ത് ഏതൊക്കെ തരത്തിലുള്ള ഐഡൻറ്റിറ്റി ഉള്ള മനുഷ്യരുണ്ട്, ഏതൊക്കെ തരത്തിലുള്ള ഐഡൻറ്റിറ്റികളുണ്ട് ഇവിടെ. ആ ഐഡൻറ്റിറ്റി, ഓരോ ഐഡൻറ്റിറ്റിയുടെയും പ്രത്യേകതകൾ എന്താണ്, അവരുടെ താല്പര്യങ്ങൾ എന്താണ്, അവരുടെ ആചാരങ്ങൾ എന്താണ്, അവരുടെ വിശ്വാസങ്ങൾ എന്താണ്, അവരുടെ ജോലി എന്താണ്, അവരുടെ ആസ്പിറേഷൻസ് എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യമായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഓരോ ഐഡൻറ്റിറ്റിയെയും എങ്ങനെ മാനേജ് ചെയ്യണമെന്നുള്ള ഒരു മെത്തേഡ് അല്ലെ മാർഗം കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി പ്രാവർത്തികമാക്കുക എന്നുള്ള രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഈ ഓരോ ഐഡൻറ്റിറ്റിയും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട്, സംരക്ഷിക്കേണ്ടതുണ്ട്. അല്ലാതെ ഒരു ഐഡൻറ്റിറ്റി നമുക്ക് ഇല്ലാതാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഒരു നല്ല മാനേജ്മെൻ്റ് അല്ല, അത് പ്രശ്നങ്ങളുണ്ടാകത്തേ ഉള്ളൂ, അത് നല്ലതല്ല. അതിന് പകരം അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഓരോ ഐഡൻറ്റിറ്റിയും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇനി നാലാമത്തെ കാര്യമാണ്, ഈ ഓരോ ഐഡൻറ്റിറ്റിക്കും ഒരു സംസ്ഥാനത്തുള്ള റിസോഴ്സസ് തുല്യമായിട്ട് ലഭ്യമാകുന്നുവെന്ന് ഉറപ്പ് വരിക എന്നുള്ളത്. അങ്ങനെ ഉറപ്പില്ല, ഏതെങ്കിലും ഒരു ഐഡൻറ്റിറ്റിക്ക് റിസോഴ്സ് ലഭിക്കുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അത് പ്രോബ്ലമാണ്. റിസോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സമൂഹത്തിലെ അല്ലെങ്കിൽ നമ്മുടെ സംഘടനയിലെ സ്ഥാപനങ്ങളിലെ ഒക്കെ ലീഡർഷിപ്പ് പൊസിഷൻസ് പോലും ഒരു റിസോഴ്സാണ്. ലീഡർഷിപ്പ് പൊസിഷൻസും തുല്യമായിട്ട് എല്ലാവർക്കും കിട്ടുന്നുണ്ട് എന്ന്, ഓരോ ഐഡൻറ്റിറ്റി കിട്ടുന്നുണ്ട് എന്ന്, അല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള ഉറപ്പുണ്ടെങ്കിലാണ് നമ്മൾ കൃത്യമായിട്ട് നല്ല രീതിയിൽ ഈ ഐഡൻറ്റിറ്റി സെക്യൂരിറ്റി മാനേജ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത കാലത്ത് നമ്മുടെ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് നടന്നു. ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ ഈ ഐഡൻറ്റിറ്റികൾ നന്നായിട്ട് മാനേജ് ചെയ്യുന്നവർ തന്നെയാണ്. കാരണം അവർക്ക് ഈ ഐഡൻറ്റിറ്റി ഒക്കെ ഓരോ വോട്ട് ബാങ്കായിട്ടൊക്കെയാണ് അവർ സാധാരണ കണക്കാക്കുക. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി രാഷ്ട്രീയ പാർട്ടികൾ മാനേജ് ചെയ്യാറുണ്ട്. അതേസമയം ഓരോ സ്ഥാപനങ്ങളിൽ, ബിസിനസ് സ്ഥാപനങ്ങൾ അല്ലെ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ അല്ലെ അങ്ങനെയുള്ള പല പല സ്ഥാപനങ്ങളിൽ അത് മാനേജ് ചെയ്യുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികൾ മാനേജ് ചെയ്യുന്നില്ല. പക്ഷേ എന്നാലും ഈ ഐഡൻറ്റിറ്റികൾ മാനേജ് ചെയ്യുക എന്നുള്ളത്, ഐഡൻറ്റിറ്റികൾക്ക് സെക്യൂരിറ്റി നൽകുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റിലെ സ്കില്ലാണ്, മാനേജ്മെൻറ്റിൻ്റെ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്.